നമസ്കാരം, ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ആശങ്കാജനകമാണ് ജോലിക്കിടെ ഷോക്കേറ്റ് മരിക്കുന്ന വൈദ്യുതി ജീവനക്കാരുടെ എണ്ണത്തിലെ വർധന. 2019-25 കാലഘട്ടത്തിനിടെ 98 ജീവനക്കാർ ഷോക്കേറ്റ് മരിച്ചതായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 274 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും പലർക്കും അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു. ജനസംഖ്യാടിസ്ഥാനത്തിൽ അപകടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ് കേരളത്തിലെ മരണനിരക്ക്. സംസ്ഥാനത്ത് കാറ്റും മഴയും ശക്തിപ്പെട്ടു വരികയാണ്. മഴക്കാലത്ത് മരങ്ങൾ കടപുഴുകിയും മറ്റും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്നതും ട്രാൻസ്ഫോമറുകൾ തകരാറിലാകുന്നതും പതിവ് സംഭവമാണ്. വൈദ്യുതി തടസ്സപ്പെടുമ്പോൾ ഉപഭോക്താക്കളിൽ നിന്നും പലപ്പോഴും ജനപ്രതിനിധികളടക്കം ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും കടുത്ത സമ്മർദ്ദം മൂലം അറ്റകുറ്റപ്പണികൾക്കായി ജീവനക്കാർക്ക് അപകടകരമായ സാഹചര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വരും. വേഗത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടയിൽ സുരക്ഷാ മുൻകരുതലുകളുടെ കാര്യം അവർ അവഗണിക്കുകയോ അശ്രദ്ധാലുക്കളാവുകയോ ചെയ്യുന്നു. പലപ്പോഴും ഇതാണ് അപകടങ്ങൾക്ക് കാരണം. ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതാണ് അപകടങ്ങളിൽ ഏറെയും. സുരക്ഷാ ഉപകരണങ്ങളുടെ അപര്യാപ്തത, ജോലിക്ക് മുമ്പുള്ള സുരക്ഷാ പരിശോധനയിലെ വീഴ്ച, ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് മൂലമുള്ള അമിത ജോലി, പരിശീലനക്കുറവ് തുടങ്ങിയവയാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. ഷോക്കേറ്റ് മരിച്ച 98 പേരിൽ 54 പരിക്കേറ്റവരിൽ കൂടുതലും കരാർ ജീവനക്കാരാണ്. സ്ഥിരം ജീവനക്കാർക്ക് ലഭിക്കുന്ന നിയമപരമായ പരിരക്ഷകളോ വ്യവസ്ഥാപിതമായ സുരക്ഷാ പരിശീലനങ്ങളോ ഇല്ലാത്തവർ. പരിചയക്കുറവ് കണക്കിലെടുക്കാതെയും ആവശ്യമായ രക്ഷാ കവചങ്ങളില്ലാതെയുമാണ് കരാറുകാർ പലപ്പോഴും ഇവരെ ജോലിക്ക് നിയോഗിക്കുന്നത്. കരാർ ജോലികളിൽ നിയോഗിക്കപ്പെടുന്ന തൊഴിലാളികളുടെ യോഗ്യത ഉറപ്പുവരുത്താൻ കർശന നടപടി ആവശ്യമാണ്. അപകടം സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനമെന്ന നിലയിൽ കരാർ ജോലിക്കാരുടെ അടക്കം സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത KSEBിക്കുണ്ട്. ഒരേ അപകട സാധ്യത നേരിടുന്ന തൊഴിലാളികളുടെ കാര്യത്തിൽ 2 തരം മാനദണ്ഡങ്ങൾ ശരിയല്ല. ജീവനക്കാരുടെ തൊഴിൽ പദവി നോക്കിയല്ല, മനുഷ്യജീവന്റെ മൂല്യം കണക്കിലെടുത്താണ് സുരക്ഷ ഉറപ്പാക്കേണ്ടത്. കരാർ തൊഴിലാളികൾ ഉൾപ്പെടെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും മതിയായ സുരക്ഷാ പരിശീലനവും തദടിസ്ഥാനത്തിൽ ലൈസൻസും നിർബന്ധമാക്കേണ്ടതുണ്ട്. ലൈസൻസ് ഇല്ലാത്തവരെ ഒരു കാരണവശാലും ഫീൽഡ് ജോലിക്കായി നിയമിക്കരുത്. ജീവനക്കാർക്ക് നൽകുന്ന സുരക്ഷാ ഉപകരണങ്ങളുടെ നിലവാരം ഉയർത്തുകയും വേണം. ഇതോടൊപ്പം ഫീൽഡ് ജീവനക്കാർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മേലുദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. സുരക്ഷാ മുൻകരുതൽ ഉറപ്പാക്കാതെ തൊഴിലാളികളെ പോസ്റ്റിൽ കയറ്റുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികളും വേണം. സ്വാഭാവികമായും അപകടം നിറഞ്ഞതാണ് വൈദ്യുതി മേഖല. ഉയർന്ന വോൾട്ടേജ് ഉള്ള ലൈനുകളിലെ ജോലിയും മഴയിലും കാറ്റത്തും ഉയരത്തിലുള്ള പോസ്റ്റുകളിലും ടവറുകളിലും നടത്തുന്ന അറ്റകുറ്റപ്പണികളും അപകട സാധ്യതയുള്ളവയാണ്. എങ്കിലും ആധുനിക സാങ്കേതിക വിദ്യകളും കർശന സുരക്ഷാ മാനദണ്ഡങ്ങളും വിദഗ്ധ പരിശീലനവും മുഖേന പല രാജ്യങ്ങൾക്കും ഈ മേഖലയിൽ അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. മതിയായ സുരക്ഷാ ഉപകരണങ്ങൾ, കാലാനുസൃത പരിശീലനം, സാങ്കേതിക നവീകരണം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന തൊഴിൽ ക്രമീകരണം എന്നിവയിലൂടെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ KSEBിക്കും സാധിക്കേണ്ടതാണ്. ഡിജിറ്റൽ സാക്ഷരതയിലും ആധുനിക ഇന്റർനെറ്റ് ശൃംഖലയിലും കേരളം മുന്നിലാണെങ്കിലും വൈദ്യുതി മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെ കണ്ടുപഠിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഗുജറാത്ത്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി വിതരണ മേഖല ആധുനികവത്കരിക്കപ്പെടുകയും വൻതോതിൽ സ്വകാര്യവത്കരിക്കപ്പെടുകയും ചെയ്തതോടെ മനുഷ്യ ഇടപെടലുകൾ ഇല്ലാതെ സബ് സ്റ്റേഷനുകളിൽ നിന്ന് തന്നെ ലൈനുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന സംവിധാനം നടപ്പായിട്ടുണ്ട്. ഇത് ഫീൽഡ് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ സഹായകമാണ്. ടവറുകളും പോസ്റ്റുകളും വഴി വൈദ്യുതി എത്തിക്കുന്ന നിലവിലെ ഓവർഹെഡ് ലൈൻ രീതി ഒഴിവാക്കി വിതരണം ഭൂഗർഭ കേബിളുകൾ വഴിയാക്കുകയോ ഓവർഹെഡ് ലൈൻ രീതിയിൽ തന്നെ കവറില്ലാത്ത നഗ്നമായ അലൂമിനിയം കമ്പികൾക്ക് പകരം ABC കേബിളുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ ജീവനക്കാർക്കുണ്ടാകുന്ന അപകടങ്ങൾ മാത്രമല്ല, കാറ്റിലും മഴയത്തും കമ്പി പൊട്ടി വീണ് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളും ഒഴിവാക്കാനാകും. പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ചെയ്ത കേബിളുകൾ ഒന്നിച്ചു കെട്ടിയതാണ് ABC. ഇതിൽ മരച്ചില്ലകൾ വീണാലും ജീവനക്കാർ അറിയാതെ തൊട്ടാലും ഷോക്കേൽക്കില്ല. ഈ 2 രീതികളും KSEB സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും എത്രയും വേഗത്തിൽ സംസ്ഥാന വ്യാപകമാക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്.